ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് പൾമണറി എഡിമ. ഓപ്ഷൻസ് ലാസിക്സ്, വെന്റിലേറ്റർ സപ്പോർട്ട്, മോർഫിൻ സൾഫേറ്റ്, നൈട്രോഗ്ലിസറിൻ. ആക്ച്വലി ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പേഷ്യന്റിനെ റിവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊരു ബേസ് ലൈൻ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരണം. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യനിൽ ഉള്ള കീ വേർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ആണ്. എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വെന്റിലേറ്റർ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ വെച്ചാൽ അഡ്വാൻസ് ലെവൽ മാനേജ്മെന്റ് ആണ്, ലാസ്റ്റ് ലൈൻ മാനേജ്മെന്റ് ആണ്. സാധാരണ മറ്റു കാര്യങ്ങൾ കൊണ്ട് റിവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഒരു അവസാന ഓപ്ഷൻ ആയിട്ടാണ് വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട് ആണ്. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു ന്യൂമോണിക്സ് പറയാം, ഓർത്ത് വെച്ചേക്കുക. LMNOP എന്നുള്ളതാണ്. L മീൻസ് ലാസിക്സ് എന്നുള്ളതാണ്. M മീൻസ് മോർഫിൻ സൾഫേറ്റ്. N മീൻസ് നൈട്രോഗ്ലിസറിൻ. അപ്പൊ എന്തിനാണ് നൈട്രോഗ്ലിസറിൻ കൊടുക്കുന്നത്? ഓരോന്നിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ദെൻ O2 100% ആണ് കൊടുക്കുന്നത്. അതായത് 15 ലിറ്റർ എന്നുള്ള ലെവലിൽ തന്നെ ചിലപ്പോൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു അക്യൂട്ട് സ്റ്റേജിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഓക്കെ, ദെൻ LMNO വരെയായി. അത് കഴിഞ്ഞ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനാണ്, അത് പ്രോപ്പർ പൊസിഷനാണ് കൊടുക്കുന്നത്. പേഷ്യനെ എഴുന്നേറ്റ് ഇരുത്തുന്ന മാതിരി നമ്മൾ ഇരുത്തുന്ന മാതിരി പേഷ്യനെ പൊസിഷൻ ചെയ്യാറുണ്ട്. ദെൻ L മീൻസ് ലാസിക്സ് ആണ് കൊടുക്കുന്നത്. ലാസിക്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഹൈ ഡോസ് ആണ് കൊടുക്കുന്നത്. ഏകദേശം പേഷ്യന്റ് നല്ല BP മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. BP ഏകദേശം 200 മുകളിലായിരിക്കും പൾമണറി എഡിമ ഉള്ള പേഷ്യൻസിന്. അത് ശ്രദ്ധിക്കുക, കോമൺ ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസിക്സ് ഏകദേശം 80 to 100 mg വരെ കൊടുക്കാൻ പറ്റും. ദെൻ അടുത്തത് മോർഫിൻ സൾഫേറ്റ് ആണ്. മോർഫിൻ സൾഫേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോർഫിൻ സൾഫേറ്റിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഷിഫ്റ്റ് ആണ്. പൾമണറി കമ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഫ്ലൂയിഡിനെ ഷിഫ്റ്റ് ചെയ്യും, ബ്ലഡ് കമ്പാർട്ട്മെന്റിലേക്ക് ഫ്ലൂയിഡിനെ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതേസമയം ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സപ്രഷൻ ആണ്. സോ ഇതിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അടുത്ത നൈട്രോഗ്ലിസറിൻ ആണ്. നൈട്രോഗ്ലിസറിൻ പൾമണറി എഡിമയുടെ കൂട്ടത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്ന കോംപ്ലിക്കേഷൻ ആണ് BP, ഹൈ ലെവൽ BP എന്ന് പറയുന്നത്. മിക്കവാറും നിൽക്കുന്ന BP 240, 120, 130 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഡയസ്റ്റോളിക് BP നിൽക്കുന്നത്. ആ സമയത്ത് നൈട്രോഗ്ലിസറിൻ കൊടുക്കേണ്ടി വരും. BP ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ദെൻ അടുത്ത കേസ് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ കേസ് ഞാൻ പറഞ്ഞു, മാക്സിമം ഹൈ ഫ്ലോ റേറ്റ് ഓക്സിജൻ ആണ് കൊടുക്കുന്നത്. പൊസിഷൻ കൊടുക്കുന്ന കാര്യം അറിയാം. പ്രോപ്പർ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് തൊറാസിക് ക്യാവിറ്റിയുടെ ഡയമീറ്റർ കൂടുകയും ഒരു ലങ് എക്സ്പാൻഷൻ പോസിബിൾ ആവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഈ ന്യൂമോണിക്സിന്റെ സഹായത്തോടു കൂടി ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് അടുത്ത ലെവൽ മാനേജ്മെന്റ്, അതൊരു റീനൽ പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റ് പൾമണറി എഡിമ വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ റിവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്തും ഏകദേശം ഒരു അരമണിക്കൂറിലെ 1 മണിക്കൂർ കൊണ്ട് ഫ്ലൂയിഡ് ഷിഫ്റ്റ് സംഭവിച്ചിട്ടും പേഷ്യന്റ് ഡിസ്നിയ കുറയുന്നില്ല, പേഷ്യന്റ് ഓക്സിജൻ സപ്പോർട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള വെന്റിലേഷനെ പറ്റി ആലോചിക്കുന്നത്. അത് NIV ആവാം, നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റുബേഷൻ ആൻഡ് വെന്റിലേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക്, ഹയർ ലെവൽ പ്രൊസീജിയറിലേക്ക് പോകാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക.